ഹായ്. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകൾ 29,000-ലധികമാണ്. അതും 1,400 കോടിയിലധികം രൂപയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നോക്ക്, വളരെ വ്യാപകമായ തട്ടിപ്പുകളാണ് ഓൺലൈൻ ബാങ്കിംഗ് സിസ്റ്റത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് IDRBT എന്ന സ്ഥാപനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1996 സ്ഥാപിച്ച സ്ഥാപനമാണ് IDRBT. ഹൈദരാബാദിലാണ്. IDRBT എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി. ഈ സ്ഥാപനത്തിന്റെ പ്രസക്തി മനസ്സിലാവണമെങ്കിൽ ഈ ഓൺലൈൻ ബാങ്കിങ് ടെക്നോളജിയിലൊക്കെ ഉള്ള ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കണം. 2005 ആദ്യമായിട്ട് നെഫ്റ്റ് RTGS ട്രാൻസാക്ഷനുകൾ ഇന്ത്യയിൽ തുടങ്ങുന്നത്. അത് തുടങ്ങി വെച്ചതും അത് ഡെവലപ്പ് ചെയ്തെടുത്തതും ഈ IDRBT ആണ്. മാത്രമല്ല, ഇന്ത്യയിൽ ഈ ബാങ്കിങ് രംഗത്ത് വരുന്ന ഒരുപാട് ഈ എത്തിക്കൽ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, ഡിജിറ്റൽ പ്രൈവസി, ഡിജിറ്റൽ സെക്യൂരിറ്റി, ദെൻ സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ മേഖലകളിൽ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന 6 സ്ഥാപനങ്ങൾ IDRBT കീഴിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഒരുപാട് ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർമാരുടെ കൂട്ടായ്മ, അതുപോലെ തന്നെ ചീഫ് സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെ കൂട്ടായ്മ, ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ് ഫിൻടെക് ഒക്കെ ഉണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ഈ IDRBTയുടെ കീഴിലാണ് വരുന്നത്. മാത്രമല്ല, ഈ ഓൺലൈൻ ഇന്റർനെറ്റ് ബാങ്കിങ് നയങ്ങൾ രൂപീകരിക്കുന്നതും അത് നടപ്പാക്കുന്നതും ഈ IDRBT ആണ്. അങ്ങനെ നോക്കുമ്പോൾ IDRBT ഇന്ത്യൻ ബാങ്കിങ് രംഗത്ത് വളരെ വലിയൊരു ഗെയിം പ്ലെയർ ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ദെൻ ഈ സ്ഥാപനത്തിൽ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു 2016 മുതൽ, PG ഡിപ്ലോമ ഇൻ ബാങ്കിങ് ടെക്നോളജി. ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത, ഒരു 1 ഇയർ പ്രോഗ്രാമാണ്, ഫുൾ ടൈം റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്, 100% പ്ലേസ്മെന്റ് ഉണ്ട്, ആവറേജ് സാലറി വരുന്നത് 9 ലക്ഷമാണെന്നുള്ളതാണ്. ദെൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാങ്കിങ് രംഗത്തേക്ക് തന്നെയാണ്. ഇതിന്റെ കീഴിലുള്ള RBIന്റെ കീഴിലുള്ള RBI നടത്തുന്ന കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് കോഴ്സിനും കോളേജിനും ഒരുപാട് പ്രസക്തിയുണ്ട്. പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ആളുകൾക്കും ഈ കോഴ്സിനെ കുറിച്ചോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ അറിയില്ല. ഇവിടെ റിസർച്ച് PhD നൽകി വരുന്നുണ്ട്. ഈ കോഴ്സിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ BTech അല്ലെങ്കിൽ MTech 60% മാർക്കോടെ പാസ്സായിട്ടുണ്ട്. ഏത് ബ്രാഞ്ച് ആയാലും കുഴപ്പമില്ല. ഇനി ഒരു 10+2+4 പാറ്റേണിൽ ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു PG, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ PG എടുത്ത ആളുകൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ ഫസ്റ്റ് ക്ലാസ് ഉള്ള PGക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ എഴുതേണ്ടതില്ല. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എൻട്രൻസ് എക്സാമിനേഷൻ. അത് ഇവരായിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ അല്ല, മറിച്ച് CAT, CMAT, GMAT, GRE, SAT, ആത്മ പോലുള്ള എക്സാമുകൾ, അതുപോലെ NMAT, നഴ്സിംഗ് മോഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് NMAT. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈ ചെയ്യണം. ഇത് ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് കഴിഞ്ഞ് നേരിട്ട് ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു MCQ ടൈപ്പ് ചെറിയൊരു ക്വസ്റ്റ്യൻ മോഡൽ ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഇത് നടക്കുന്നത്, ഈ MCQ ടൈപ്പ് ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നത് 19-ലും, ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് ജൂലൈ 19-ലും, ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് ജൂലൈ 25-ലുമാണ്. അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. ദെൻ എലിജിബിലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഫീസ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം എന്ന് പറയുമ്പോൾ ഒന്നിച്ചടക്കേണ്ടതില്ല. 2 സെമസ്റ്ററിലായിട്ട് വരുന്ന കോഴ്സിൽ, ഒരു വർഷത്തെ കോഴ്സിൽ ഒരു 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 1.25 ലാക്സ് വീതം ഘട്ടങ്ങളായിട്ട് അടച്ചാൽ മതി. ഒരു 10,000 രൂപ കോഴ്സ് ഡെപ്പോസിറ്റും 5,000 രൂപ ഒരു അലുമിനി നോൺ റീഫണ്ടബിൾ അലുമിനി ഫീസും ഉണ്ട്. സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളെ കൃത്യമായ ട്രെയിനിങ്ങുകൾക്ക് ശേഷം വിവിധ ബാങ്കുകളിൽ നിയമിക്കുന്നുണ്ട്. ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ വരുന്ന ഒരുപാട് ടെക്നോളജികൾ, സാങ്കേതിക വിദ്യകൾ ബാങ്കിങ്ങുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് കൃത്യമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബാങ്കുകളെ സഹായിക്കുക. അങ്ങനെയുള്ളൊരു ന്യൂജൻ ഉദ്യോഗാർത്ഥികളെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ ഒരു പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ബാങ്കിങ് രംഗത്ത് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോക്രാറ്റൊക്കെ ആയിട്ട് കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.